ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. വ്യക്തിപരമായ കൂടിക്കാഴ്ച ന്യായീകരിക്കുമ്പോഴും അതെന്തിനാണ് രഹസ്യമായി പോയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ഇന്നലെ മുഖ്യമന്ത്രിയും DGPയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചർച്ച ചെയ്തില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. ADGP അടക്കമുള്ളവർക്കെതിരെയുള്ള അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് പറഞ്ഞു. അന്വേഷണ സംഘാംഗങ്ങൾക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട IG-യും DIG-യും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന ADGP MR അജിത് കുമാറിന്റെ കത്തിൽ തുടർ നടപടികളൊന്നും വേണ്ടെന്നും DGP നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, നമ്മൾ കുടിവെള്ളത്തിന്റെ പ്രശ്നം വിട്ട് നമ്മൾ ADGPയുടെ വിഷയത്തിലേക്ക് എത്തിയാൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. രണ്ടിടങ്ങളിൽ വെച്ചാണ് ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായും മറ്റൊരു നേതാവായ റാം മാധവുമായും കൂടിക്കാഴ്ച നടത്തിയത്. ഒന്ന് തൃശ്ശൂരിൽ, മറ്റൊന്ന് തിരുവനന്തപുരത്ത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ നടപടികളൊന്നുമായില്ല. മുഖ്യമന്ത്രി മൗനം തുടരുകയുമാണ്. വിശദീകരണം ഇനിയും ഇതുവരെയും നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അത് അയാളുടെ വ്യക്തിപരമായ കാര്യം, പാർട്ടിക്ക് എന്തതിൽ കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കൈ കഴുകാൻ മാത്രം കഴിയില്ല. കാരണം CPI അടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഉമേഷ് ബാലകൃഷ്ണൻ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മൗനം ഇന്നും തുടരുമോ? ആ വിഷയത്തിലേക്ക് കടന്ന് വിശദീകരിക്കേണ്ടതില്ല എന്നതായിരിക്കുമോ സർക്കാർ എടുക്കുന്ന ഇന്നത്തെ തീരുമാനം? ഇന്നലത്തെ DGP മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടതില്ല എന്ന നിലപാടിലാണോ സർക്കാർ? അത്തരമൊരു നയം സർക്കാരിനുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ആവശ്യമെങ്കിൽ MR അജിത് കുമാർ സംബന്ധിച്ച വിശദീകരണം നൽകട്ടെ. സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടതില്ല. കാരണം MR അജിത് കുമാർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഇത് വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ മാത്രമാണ്, അതിന് മറ്റ് രാഷ്ട്രീയമാനം നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ MR അജിത് കുമാർ സംബന്ധിച്ച വിശദീകരണം നൽകട്ടെ. സർക്കാർ ഔദ്യോഗികമായി ഇതിന് വിശദീകരണം നൽകേണ്ടതില്ല. ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാതെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. പക്ഷേ അപ്പോഴും ഇതിൽ ദുരൂഹത, ഈ ഒരാളെ തൃശ്ശൂരിൽ നിന്നും ഒരാളെ തിരുവനന്തപുരത്ത് വെച്ചും കാണുമ്പോഴും എന്തിന് രഹസ്യമായി കാണുന്നു എന്നുള്ളതാണ്. ആ ചോദ്യത്തിനാണ് ഇപ്പോഴും ഉത്തരമില്ലാത്തത്. ഔദ്യോഗിക വാഹനം മാറ്റി മറ്റൊരു RSS നേതാവിനോടൊപ്പം ചെന്ന് തൃശ്ശൂരിൽ ഒരു RSS നേതാവിനെ കാണുന്നു. തിരുവനന്തപുരത്ത് സമാനമായി രഹസ്യ സ്വഭാവത്തോടുകൂടി ഉള്ള കൂടിക്കാഴ്ച നടത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോഴും ഉത്തരം ലഭിക്കാത്ത ചോദ്യം. അതിന് MR അജിത് കുമാർ തന്നെ അതിൽ പറയണം. അല്ല എങ്കിൽ ഇത് MR അജിത് കുമാറിന് അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. കാരണം അദ്ദേഹം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP ആണ്. ഒപ്പം LDF സർക്കാർ, സ്വാഭാവികമായി LDF സർക്കാരിനും അതിനുള്ള ഒരു ധാർമ്മികതയുണ്ട്. കാരണം സർക്കാർ അവരുടെ രാഷ്ട്രീയ ധാരയിൽ ഏറ്റവും ശത്രുപക്ഷത്ത് കാണുന്ന ഒരു ആശയമാണ് RSSൻ്റെ ആശയം. അതുകൊണ്ട് തന്നെ RSS ആശയങ്ങൾക്കെതിരെ കൃത്യമായി പ്രചാരണം നടത്തിക്കൊണ്ട് തന്നെയാണ് LDF രണ്ടാമതും അധികാരത്തിൽ വന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും. അപ്പോഴാണ് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ADGP, ഏറ്റവും ശക്തനായ ADGP, അതായത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP എന്തിനാണ് RSS നേതാക്കളെ രഹസ്യമായി കണ്ടത്? ആ രഹസ്യം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. അതിലാണ് ഒരു ദുരൂഹത എപ്പോഴും തുടരുന്നത്. പ്രതിപക്ഷ ആരോപണങ്ങൾ ശക്തമായി ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും അതിനൊന്നും സർക്കാരോ അല്ലെങ്കിൽ CPMO മറുപടി പറയുന്നില്ല. എന്നാൽ LDFൻ്റെ ഭാഗമായ CPIക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇക്കാര്യത്തിൽ. സ്വാഭാവികമായി LDF തുടങ്ങുമ്പോഴെങ്കിലും അതിന് മുൻപെയെങ്കിലും CPM ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതേസമയം ഇന്നലെ മുഖ്യമന്ത്രിയുമായി DGP കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം രഹസ്യമായി ADGP MR അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെയുള്ള അന്വേഷണം അതീവ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. മാധ്യമങ്ങൾക്ക് വാർത്തകൾ അറിയിക്കരുത്, അല്ലെങ്കിൽ അറിയാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഒരു വിധത്തിലും അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ചോർന്നു പോകരുത് തുടങ്ങിയ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിനുള്ളിൽ മാത്രമേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിൽക്കാവൂ. മറ്റ് ഉദ്യോഗസ്ഥരോട് പോലും ഷെയർ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി എന്തെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ, ഏത് രീതിയിൽ നടപടിയെടുക്കണം എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ അത്തരമൊരു നിർദ്ദേശം നൽകാൻ കാരണം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി, അതായത് MR അജിത് കുമാർ കഴിഞ്ഞ ദിവസം DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ അന്വേഷണ സംഘത്തിലുള്ള തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥർ, ഒന്ന് തിരുവനന്തപുരം റേഞ്ച് IG, ഒന്ന് തൃശ്ശൂർ റേഞ്ച് DIG, ഇവർ രണ്ടുപേരും തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല, താൽക്കാലികമെങ്കിലും അത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ കത്തിൽ ഇപ്പോൾ നടപടി വേണ്ട എങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതിനുണ്ടാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ DIG-യും IG-യും റിപ്പോർട്ട് ചെയ്തു പോയിരുന്നത്, MR അജിത് കുമാർ റിപ്പോർട്ട് ചെയ്തു പോയിരുന്നത്, അതേ രീതിയിൽ ദിവസവും റിപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ DGP നൽകിയത്.
നൽകിയിരിക്കുന്നത്. ഒറ്റ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ എന്തിന് RSSന്റെ നേതാക്കളെ കണ്ടു? സ്വകാര്യം വ്യക്തിപരം എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കഴിയുമോ? അത് ഇടതുപക്ഷ സർക്കാരിൽ തന്നെ, പ്രത്യേകിച്ച് ഇടതു മുന്നണിയിൽ തന്നെ വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. CPIക്ക് കാര്യം അറിയണം, CPMന് ആരും അറിയണ്ട എന്നതാണ് നിലപാട്.